അതിരുകളില്ലാത്ത ലാർജ് ഓപ്പൺ സ്പേസസ്, അതാണ് എനിക്ക് ആദ്യം ആ വീട് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. കയറി വരുമ്പം തന്നെ ഒരു ലോങ് വരാൻഡ, എനിക്ക് തോന്നുന്നു 2 സൈഡിലോ മറ്റോ അത് കവർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇറങ്ങിയിരിക്കാനും, അത് ശരിക്കും പല വീടുകളിലും നമ്മൾ വെറും വരാന്ത മാത്രം കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ആ വരാന്ത സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട്. ലിവിങ് സ്പേസസ്, എക്സ്റ്റേണൽ ലിവിങ് സ്പേസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ മഴക്കാലത്ത് മഴയൊക്കെ കാണാനായിട്ട് ഇറങ്ങിയിരിക്കാനായിട്ടും വെള്ളം തൂവാനം അടിക്കാതെ ഇരിക്കാനായിട്ടുള്ളൊക്കെ നല്ല ഡെപ്തിലുള്ള വരാന്ത, ഒരു ബാർ കൗണ്ടർ, ശരിക്കും ഒരു ലിവിങ് സ്പേസ് എക്സ്റ്റീരിയർ സ്പേസിൽ തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അകത്ത് കയറി കഴിയുമ്പോൾ ഫോയർ, നല്ലൊരു ലാർജ് ഫോയർ, ആ ഫോയറിന് സെപ്പറേറ്റ് ചെയ്ത് ഫോർമൽ ലിവിങ് റൂം കംപ്ലീറ്റ് ഒരു ഡിഫറെൻറ്റ് എൻറ്റിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഡൈനിങ് സ്പേസും ഇൻഫോർമൽ ലിവിങ് സ്പേസും ഒക്കെ കൂടെ ആ ഒരു ഒറ്റ ഹാളിൽ അത് ഇത് ചെയ്തിട്ടുണ്ട്. ദെൻ കിച്ചൺ എനിക്ക് കണ്ടപ്പോൾ, കിച്ചൻ്റെ കൗണ്ടർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അവിടെ ഇത്രയും ബാക്കി എല്ലായിടും ഇത്രയും വിശാലമായിട്ട് ചെയ്തിട്ട് കിച്ചണിൽ ഇത്തിരി കൺജഷൻ തോന്നി. വലിയ കിച്ചണാണ്, ബട്ട് കൗണ്ടർ മൊത്തം ക്ലട്ടേർഡ് ആയിരുന്നു. കുറേ സാധനങ്ങൾ, കുറേ പടങ്ങളും ക്യൂരിയോസും ഒക്കെ വെച്ച് ക്ലട്ടേർഡ്. അപ്പോൾ ശരിക്കും കുക്കിംഗ് സ്പേസ് ഫ്രീ സ്പേസ് ആയിട്ട് എനിക്ക് അവിടെ കണ്ടില്ല. ബെഡ്റൂംസ് സ്പേഷ്യസ് ആണ്. ഡ്രസ്സിങ് സ്പേസും ടോയ്ലറ്റും തമ്മിൽ ഡിമാർക്കേഷനുണ്ട്. ടോയ്ലറ്റ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്, വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ സെപ്പറേഷൻ, എല്ലാ രീതിയിലും വെൽ വർക്ക്ഡ് ഔട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ സ്പേസസ്, എക്സ്റ്റീരിയർ ലിവിങ് സ്പേസസ് ആണ് എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ശങ്കർ സർ, ഈ ഫിസിക്കൽ പ്ലാനിങ്ങിൽ ഞാൻ ആദ്യം അടുക്കളയിൽ നിന്ന് ടോയ്ലറ്റിൽ നിന്ന് തന്നെ തുടങ്ങും. വളരെ നന്നായിരിക്കുന്നത്, വളരെ നന്നായിട്ട് സയൻറ്റിഫിക്കായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകിച്ച് കിച്ചനകത്തുള്ള ആ ഒരു സ്പേസിൻ്റെ ചില പ്രത്യേകത ഉണ്ട്. ഈ വാഷിംഗ്, അതുപോലെ ഫ്രിഡ്ജ് എവിടെ വെക്കണം, അതൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ മറ്റ് ചില പ്രത്യേകതകൾ, ഈ സ്പേസിൻ്റെ ചില പ്രശ്നങ്ങൾ, നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. എന്തിന് വാതിൽ കൊടുത്തു എന്നുള്ളതിന് എനിക്കറിയില്ല. എന്തിനാണ് ലിവിങ് റൂമിന് ഇത്രയും സെഗ്രിഗേഷൻ? ലിവിങ് റൂമിൽ സെഗ്രിഗേറ്റഡ് ആക്ച്വലി. അത് നമ്മൾ ലിവിങ് റൂമിലേക്ക് കടന്നിട്ട് ഡൈനിങ് റൂമിൽ പോകേണ്ടതില്ല, കാരണം ഒരു നല്ലൊരു ഫോയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലിവിങ് റൂം ഈസ് എക്സ്ക്ലൂസീവ്, ഓൾറെഡി എക്സ്ക്ലൂസീവ്. പക്ഷേ അവിടെ വാതിൽ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ സ്പേസ് കുറച്ചുകൂടെ കൺജസ്റ്റഡായിട്ട് പോകുമോ എന്ന് എനിക്ക് സംശയം. പൂജ ഒരു രസമായിട്ടൊരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. പൂജ എക്സ്ക്ലൂസീവായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ദൈവത്തിനെ കണ്ടുകൊണ്ടിരിക്കാം ഏത് സമയം. പക്ഷേ ഇൻഫോർമൽ ലിവിങ് സ്പേസ് ഒരുപാടുള്ള വീട്, ഇൻഫോർമൽ ലിവിങ് വർക്കൗട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സ്പേഷ്യൽ പ്ലാനിങ്ങിനകത്ത് അത് പരാജയമാവും. ഈ നമ്മൾ ഫങ്ഷണൽ ആസ്പെക്റ്റ് മാർക്ക് കൊടുക്കുന്നത് അതിൻ്റെ ഉപയോഗക്ഷമതയാണല്ലോ. അപ്പം ഇൻഫോർമൽ ലിവിങ്ങിനകത്ത്, ഇവരുടെ ഇൻഫോർമൽ ലിവിങ്ങിനകത്ത് പ്രധാന ഘടകം ടി വിയാണ്. ടി വി ടാൻഡലൈസിംഗ്ലി ക്ലോസ്, വളരെ തൊട്ടടുത്താണ്, അതിലൂടെ കാണാൻ നോക്കില്ല. സെറ്റിയുടെ തൊട്ടപ്പുറത്താണ് ടി വി ഇട്ടിരിക്കുന്നത്. അപ്പം എന്തിനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ടി വി കാണാനാണ് എല്ലാവരും. അതൊക്കെയാണെങ്കിൽ അതിൽ ഒരു പരാജയമാണ്. സ്പേസ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, വെളിയിലത്തെ ഒരുപാട് സ്പേസ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്പേസ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്നത് പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കുന്ന സമാധാനത്തിലേക്കാണ്. കാഴ്ചകൾ പ്രധാനമാണ്. അതിന് വരാന്തയിൽ നിന്ന്, ആ വെളിയിലിരുന്ന് വരാന്തയിൽ നിന്ന് നേരെ കാണുന്നൊരു ബ്ലാങ്ക് വാളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്നിൽ ഭിത്തി ചെടികളൊക്കെ വെച്ചിട്ട് മാസ്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ വാൾ ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ ബെഡ്റൂമിൽ കയറിയപ്പോൾ, ഞാൻ പണ്ട് കൊടിയേറ്റത്തിൽ ഗോപി പറഞ്ഞൊരു വാക്കാണ് മതി, എന്തൊരു സ്പീഡെന്ന് പറഞ്ഞിട്ട് അത്ഭുത പരേന്ദ്രൻ്റെ ഗോപിയുടെ ചിത്രം എൻ്റെ മനസ്സിലായി. അപ്പം ഈ ബെഡ് കാണുമ്പോൾ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ കാണാത്തൊരു ബെഡാണ്, ഇത്ര സ്പേഷ്യസ് ആണ്. പക്ഷേ ബെഡ്റൂമിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു മിതത്വം, അതാണ് ശ്ലാഘനീയമായിട്ടുള്ളത്. ബാക്കി പലയിടത്തും കാണിക്കാത്ത ഒരു കൺട്രോൾ ബെഡ്റൂമിൽ കാണിച്ചിട്ടുണ്ട്. അത് വളരെ ശ്ലാഘനീയമായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബെഡ്റൂം ഈസ് എ ഡിലൈറ്റ്. നമ്മുടെ സ്പേസ് ചിലർക്ക് കിട്ടുന്ന ഭാഗ്യമാണ്, പക്ഷേ ഇറ്റ് സ്റ്റിൽ റിമെയിൻസ് എ ഡിലൈറ്റ്. അല്ല ചേച്ചി, ആ വീടിൻ്റെ എനിക്ക് മെയിൻ അട്രാക്ഷനായിട്ട് തോന്നിയിട്ടുള്ള നീളത്തിലുള്ള വരാന്ത എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പഴയ കേരള വീടുകളിലൊക്കെ ഉള്ള ആ ഒരു നീളം വരാന്ത അവിടെ കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് അവിടെ ഇരിക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു ഇതും എല്ലാം ഭംഗിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അകത്ത് കയറിയിട്ട് ഡൈനിങ് ഹാളിൽ നിന്നും പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു ലിവിങ് റൂമും, പക്ഷേ അതൊരു ക്ലോസ്ഡ് ആയിട്ടില്ല എന്നുള്ളൊരു ഫീലും പെട്ടെന്ന് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഇല്ലല്ലോ എന്നുള്ളൊരു ഇത് തോന്നി. എങ്കിൽ പോലും പക്ഷേ ഒരുപാട് ഡെക്കറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പല പല ചെറിയ ചെറിയ കൗതുക വസ്തുക്കളൊക്കെ വീട് നിറച്ചും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ റൂമും. ഇപ്പം ഇത്രയും ഡെക്കറേഷൻ ബാക്കി എല്ലായിടത്തും കൊടുത്തിട്ട് ബെഡ്റൂമിൽ ശരിക്കും അത് വേണ്ട സാധനങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നി. മൊത്തത്തിൽ ഒരു ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു എല്ലാ റൂംസും.